കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഏതെല്ലാം വസ്തുക്കൾ നമുക്ക് അറ്റാച്ച് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യാനുള്ള റീസൺ നിങ്ങൾക്കറിയാം. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമുക്ക് ഭർത്താവിന് ഭാര്യയുടെ അമ്മയുടെ പേരിലുള്ള സ്വത്ത് പോലും അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞോടുകൂടിയാണ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് വസ്തുക്കളുടെ ലിസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് വീഡിയോയിൽ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓപ്പണായിട്ട് നമുക്ക് വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ നോക്കാം. അപ്പോൾ കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിലബിൾ പ്രോപ്പർട്ടി, വിൽക്കുവാനായിട്ട് സാധിക്കുന്ന മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മുഴുവനും നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു 10 പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം. അതിൽ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്? ഹൗസ് തന്നെയാണ്, വീടാണ്. രണ്ടാമതായിട്ട് പറയണത് ലാൻഡ്, ബിൽഡിങ്സ്. മൂന്നാമതായിട്ട് ഗുഡ്സ് ആണ്. നാലാമതായിട്ട് ചെക്ക്. അഞ്ചാമതായിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മളൊരാൾക്കൊരു സാധനം കടം കൊടുക്കുന്നു. ആ സമയം കഴിയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? അത് തിരിച്ച് നമുക്ക് തരണം, കേടുപാടുകൾ കൂടാതെ. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റിൻ്റെ പറഞ്ഞ പേരാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 ഹുണ്ടി, അതായത് 7 പ്രോമിസറി നോട്ട്സ്, ഏതെങ്കിലും പ്രോമിസറി നോട്ട്സുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ. 8 ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബോണ്ട്സ്. 9 ബാങ്ക് നോട്ട്സ്. 10 ഷെയർ, ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഷെയർ മാർക്കറ്റിൽ ഏതെങ്കിലും കമ്പനികളുടെ ഷെയർ ഉണ്ടെങ്കിൽ അത് പറയും. എക്സെട്ര ക്യാൻ ബി അറ്റാച്ച്ഡ് ആൻഡ് സബ്ജക്റ്റഡ് ടു സെയിൽ എന്നാണ് പറയുന്നത്. പിന്നെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് പറയുന്നില്ല. മിനിമം ഇത്രക്കെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ എതിരാളിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആ എതിരാളിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് മേടിക്കുവാനായിട്ട് സാധിക്കും. കേസ് നമ്മൾ ഇന്ന് ഫയൽ ചെയ്താൽ ഇന്ന് തന്നെ ബെഞ്ചിൽ കേസ് വിളിപ്പിച്ച് ഒരു 4 മണി അല്ലെങ്കിൽ 3 മണിക്കുള്ളിൽ തന്നെ നമുക്ക് ഈ കാര്യം ജഡ്ജിയുടെ കയ്യിൽ നിന്നും നമുക്ക് ആ പെറ്റീഷൻ സൈൻ ചെയ്ത് കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. നമുക്ക് സൈൻ ചെയ്ത് കിട്ടിയതിന് ശേഷമാണ് ഇതിൻ്റെ കടലാസ് എതിർ ഭാഗത്തേക്ക് പോവുകയുള്ളൂ എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ.